ഇവൻ ഈ പ്രോപ്പർട്ടി പോലും തിരിച്ചറിയാൻ പറ്റാത്ത നായകനായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവന് ഓഡിയേഷൻ വഴിയല്ലേ എടുത്തേ? അതാ അവൻ ഓടിപ്പോയത്. എടാ ഇനിയിപ്പോ ആരാ ഡ്രാക്കുള ആര് ചെയ്യും? ഇതിപ്പോ ഇത്ര സാധനം ചെയ്തു വെച്ചിട്ട് ബാക്കി ചെയ്യണ്ടേ ഇത്? ഒരവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചാൻസ് തരാന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്ഥലങ്ങളും പ്രോപ്പർട്ടി കിട്ടി. അതെ അതെ അതെ. ഡ്രാക്കുള ആയാലോ പിന്നെ നായകനായ രസമായിരിക്കും. ആണല്ലേ? ഞാനാണ് നായകനല്ലേ ഡ്രാക്കുളയായിട്ട്? മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലെ. അതെ, മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം മമ്മൂട്ടി ചെയ്യുന്ന പോലെ. അതെ, ഒരു ഭയങ്കര വെറൈറ്റി ആയിരിക്കും സംഭവം. സുരേഷ് ഗോപിയുടെ ഒരു പവർ ഉണ്ടെങ്കിലേ, സുരേഷ് ഗോപിയുടെ ഒരു പവർ ഉണ്ടെങ്കിലേ ഉണ്ടല്ലോ, കോട്ട ഇടിയിക്ക. ഞാനല്ലേ നായകൻ. അപ്പൊ ഈ സാറിന്റെ കൂടെ തുടങ്ങിയാണ്ടല്ല വെച്ചടി വെച്ചിട്ട് കയറ്റം. ക്യാമറ വെച്ചടാ. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഈ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രേതങ്ങളെ പിടിക്കാൻ വേണ്ടി മന്ത്രവാദി വരികയാണ്. മന്ത്രവാദി വരുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈ നായകനായ ഡ്രാക്കുള ഇവരെ തോളെ കിട്ടുകൊണ്ട് നമ്മൾ അവിട്ടു പോകുന്നു. അവിട്ടങ്ങ് പൊയ്ക്കളരുത് മൂന്നിനെയും കൊണ്ട്. ഇല്ല കേട്ടല്ലോ? അപ്പൊ അവിട്ട് പോകുന്നു. അതാണ് നമുക്ക് സീക്രട്ട് നമ്മൾ റെഡി ആക്കിയാലോ? റോളിംഗ് അഭിനയിച്ചോണം കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ടോ? ആദ്യം ഓർത്ത് പേടിയുണ്ടോ? പേടിക്കണ്ട കേട്ടോ. മന്ത്രവാദി ഞാൻ വിളിക്കുമ്പോ പറഞ്ഞേ. റെഡി അല്ലേ? റോളിംഗ് ആക്ഷൻ. ചിരിക്കി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ അടിപൊളി. ഈ പടമെങ്കിലും ഒന്ന് ക്ലിക്കായാൽ മതിയായിരുന്നു. 100 അല്ലേ? അത് മതിയായിരുന്നു. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഈ പടത്തിലാണ്. നിങ്ങളാരാ? ഞാൻ പ്രശസ്ത ഡയറക്ടർ രമേഷ് കൃഷ്ണൻ. എവിടത്തെ? നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എങ്ങനെയാ മനസ്സിലാവും? ഞാൻ ഈ പള്ളിയിലെ ഫാദറാണ്. പള്ളിയിലെ ഫാദറാണ് ആണല്ലേ? ഞാൻ ഈ പടത്തിന്റെ ഡയറക്ടറാണ് സർ. ഇവിടെ തനിക്കാരാ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അനുവാദം തന്നത് ഈ സെമിത്തേരിയില്? അച്ഛാ, അത് നമ്മള് പെർമിഷൻ എടുത്തിരുന്നു ഇവിടുന്ന്. ആര് പെർമിഷൻ എടുത്തു? നമ്മളെ ഒരു കപ്പ്യാരുണ്ടല്ലോ, മീൻസ് ജോർജ്. കപ്പ്യാരോ? കപ്പ്യാരി, ഒരു താടിയൊക്കെ ഉള്ള അദ്ദേഹമാണ് നമുക്ക് പെർമിഷൻ തന്നത്. ജോർജ് എന്നാണ് പേര് പറഞ്ഞത്. ഫാദറിനോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്റെ അത്ര വണ്ണമുള്ള താടി അത് തന്നെ, കറക്റ്റ് ജോർജ് ഉണ്ടായിരുന്ന ജോർജ്. നിങ്ങൾ എന്ത് അസംബന്ധം പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ജോർജ് ഇല്ലേ, മരിച്ചിട്ട് 7 വർഷമായി. മരിച്ചിട്ട് 7 വർഷമായെന്ന്. അയാളുടെ കല്ലറയാ കാണുന്നത്. ഏത് കല്ലറയാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്കതിൽ വിശ്വാസവും ഇല്ല. ഇവിടെ അയാൾ മരിച്ചു പോയത്. അച്ഛൻ എന്തെങ്കിലും മരുന്ന് കഴിക്കാതെ അങ്ങനെ പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും കേറിയിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. ആണോ? ഞാൻ മരിച്ചു പോയിട്ട് 7 വർഷമായി. അതെ അല്ലേ? എത്ര? 7 വർഷം. എന്റെ പൊന്നോ, എനിക്കിപ്പോഴാണ് വിശ്വാസമായത്. എടാ, നമ്മുടെ ഇവിടെ മറ്റേ ഡ്രാക്കുളിട്ട് അഭിനയിച്ച ജോർജ് ഇല്ലേ, അയാള് പ്രേതമാണെന്ന്. അയാള് മരിച്ചിട്ട് 7 വർഷമായി. സത്യം. ഞങ്ങളുടെ അഭിനയം എങ്ങനെയുണ്ട് സാർ? നിങ്ങളുടെ അഭിനയോ? ഞങ്ങളുടെ അഭിനയം എങ്ങനെയുണ്ട്? അച്ഛൻ എന്നതൊക്കെ പറഞ്ഞു. ഇയാള് മരിച്ചു പോയതല്ലേ? മരിച്ചിട്ടില്ല സാർ. മരിച്ചിട്ടില്ലേ? ഞങ്ങൾ അഭിനയിച്ചതല്ലേ സാറേ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല സാറേ, പണ്ട് കുറ്റാലത്തെ സാറിന്റെ പള്ളിയിലെ സിനിമയ്ക്കകത്ത് കപ്പ്യാരും ഭാഗമായിട്ട് അഭിനയിക്കാവുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാ. ആണോ? അന്ന് ഞങ്ങളുടെ അഭിനയം കൊള്ളത്തില്ലെന്നും പറഞ്ഞ് അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് സാറ് ഞങ്ങളെ ആക്ഷേപിച്ച് വിട്ടതാ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭിനയം? എടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ഒന്ന് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. നിങ്ങൾ എങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഈ പടത്തിൽ ഇനി അഭിനയിക്കാൻ ഒരു അവസരം തരുമല്ലോ? അവസരം തരാം. എന്നാ പിന്നെ ഞങ്ങൾ മേക്കപ്പ് ഇടട്ടെ സാർ? ഇവിടെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിലൂടെ മേക്കപ്പ് അല്ല വേണ്ടത്. പിന്നെ ബാക്കപ്പ്.